करते में है जा बजा खाने वाले। നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, ഞാൻ അക്രമിയാണ്, ഞാൻ തെറ്റ് ചെയ്ത ആളാണ്, എന്റെ കയ്യിൽ പിടിക്കണമെന്ന് ഇറുത്തക്കബത്തുവിന്റെ അർത്ഥമുള്ള വരി പറഞ്ഞ് പാടിയ മഹാൻ, മദീനയിൽ ചെന്നും അല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞ മഹാൻ, ഏത് ബിദ്അത്തിന്റെ ആളുകളോട് ശക്തിയായ ഖണ്ഡനം രേഖപ്പെടുത്തി ഒരു ചോദ്യത്തിനൊരു ഗ്രന്ഥമെന്ന നിലയ്ക്ക് മറുപടി എഴുതിയ മഹാൻ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം കൊണ്ട് രണ്ട് കൈയിലും ഒരേ സമയത്ത് പേനയെടുത്തിട്ട് അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ വൈബിയ്യ എന്ന ഗ്രന്ഥം എഴുതിയ മഹാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തെക്കുറിച്ച് മാത്രം ഗ്രന്ഥങ്ങളും കവിതകളും എഴുതിയ മഹാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുരാഗം കൊണ്ട് ലോകത്തിന്റെ ഉത്തരീയത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളെ കുറിച്ച് പറയുന്നു, അതാ വഫാത്തായി ഞങ്ങളിലേക്ക് വരാനിരിക്കുന്നു. ഫലസ്തീൻകാരനായ പണ്ഡിതൻ പിറ്റേന്ന് രാവിലെ തന്നെ ഫലസ്തീനിൽ നിന്ന് ബന്ധപ്പെട്ട് ദിവസങ്ങൾ വൈകാതെ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് ബറേലി അന്വേഷിച്ചു വന്നു. ബറേലിയിൽ വന്നിട്ട് ചോദിച്ചു, അഹ്മദ് റിളാ എന്നൊരു പണ്ഡിതൻ ഇവിടെയുണ്ടോ? അവർ പറഞ്ഞു, അതേ, ആയില ഹസ്രത്ത് എന്നാണ് അറിയപ്പെടുന്നത്, അദ്ദേഹം വഫാത്തായി പോയി, ഖബർ എവിടെയാണ്? നേരെ ഖബറിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ആ ഖബർ സിയാറത്ത് കഴിഞ്ഞ് ബന്ധുക്കളെ കണ്ടിട്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട അഹ്മദ് റിളാ തങ്ങൾ എപ്പോഴാണ് വഫാത്തായത്? അവർ പറഞ്ഞ സമയം ബഹുമാനപ്പെട്ടവര് സ്വപ്നം കണ്ട സമയവും ഒരേ സമയമാണ് എന്ന് ശറഹ് മൻദൂബത്ത് ഇസ്ലാമിൽ എഴുതി വച്ചിരിക്കുന്നു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുരാഗം കൊണ്ട് അന്ത്യസമയം ദർശനം കിട്ടിയ മഹാന്മാർ ഒരുപാട് തവണ ലൗവാബ അന്നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമാ അദത്തു നഫ്സീ മിനൽ മുസ്ലിമീൻ. ഒരു നിമിഷം എന്റെ കണ്ണിൽ നിന്ന് മാറിപ്പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ദർശനം, ആത്മീയമായ ദർശനം നഷ്ടപ്പെട്ടു പോയാൽ ഞാനെങ്ങനെ മുസ്ലിമാണെന്ന് പറയുമെന്ന് ആശ്ചര്യപ്പെട്ട മഹാന്മാർ. അതുപോലെ എല്ലാ ആളുകളും രക്ഷപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. എല്ലാവരുടെയും പദവി നബി തങ്ങളുടെ പദവിയുടെ അംശങ്ങളാണ്. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അലം നശ്റഹ് ലക സദ്റക എന്ന അധ്യായത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ദാനങ്ങളുടെ ദാനങ്ങളെല്ലാം അവിടുത്തെയുടെ പിന്നാമ്പുറത്ത് നിന്ന്, ഉന്നതിയുടെ ദാനങ്ങളെല്ലാം അവിടുത്തെയുടെ വരിഷ്ഠതയിൽ നിന്ന്, അങ്ങനെ ലോകത്തിന് മുഴുവനും മഹത്വങ്ങൾ അഖിലം സമ്മാനമായി നൽകിയ, പ്രപഞ്ചത്തിന്റെ മുഴുവനും ദാനമായ നബിയെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ കാണാൻ കൊതിച്ചു നടന്നിട്ട് വഴിനീളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടന്ന വഴിയിലൂടെ നടന്ന് അനുഗ്രഹമെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടയോ? അതിനുവേണ്ടി ഒരല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമ്മൾ തിരിയുന്നു. മുഅ്മിനീങ്ങളെല്ലാം ഒരു 2 മിനിറ്റ് നിന്നാൽ ഇൻഷാ അല്ലാഹ്, ഇത് വിജ്ഞാനം പറയാനുള്ള സദസ്സല്ല, അതിന് ഞാൻ വിവരമുള്ള ആളല്ല, വലിയ പണ്ഡിതോചിതമായ ചർച്ചയ്ക്കല്ല എന്നെ ക്ഷണിച്ചിട്ടുള്ളതും, അതിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിളനിലമാണിത്. ഇവിടെ നമ്മുടെ സമ്മേളനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സമ്മേളനങ്ങളെല്ലാം കണ്ട് സന്തോഷം രേഖപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു തആല നമ്മളെ ഉയർത്തിത്തരട്ടെ. അറിയുമോ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചാൽ
അവിടുന്ന് നമ്മളെ കൈയൊഴിയുകയില്ല. ആവശ്യമുള്ളവരുന്നയിച്ചത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു മുഅ്മിനിന്റെ സമീപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അവിടുന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ഒരഅറാബിയദാ യാ കരീമു യാ കരീമു യാ കരീം എന്ന് ചൊല്ലിക്കൊണ്ട് മാത്രം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പിന്നാലെ കൂടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും യാ കരീമു എന്ന് ചൊല്ലാൻ തുടങ്ങി. അറാബിക്ക് തോന്നിയത് കളിയാക്കുകയാണ്. ഉടനെ അവിടുന്ന് പറഞ്ഞു, തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുഖത്തെ പ്രകാശം ഞാൻ കാണുന്നു. നിങ്ങളുടെ മുഖത്തിന്റെ പ്രഭാവവും സബാഹത്ത് വജ്ഹിക വറശഅഖത്തു ഖദ്ദിക, ഈ പ്രഭാവങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ സഖൗതുക ലിഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നറിയാത്ത ഈ മനുഷ്യൻ തിരുനബി തങ്ങളോട് തന്നെ പറയുകയാണ്, നിങ്ങളുടെ മുഖത്തുള്ള പ്രഭാവവും നല്ല ലക്ഷണവും കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ നേതാവ് ഹബീബായ നബിയോട് പരാതി പറയുമായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അമാ തഅരിഫു നബിയക യാ ഖൽ അറബ്, അല്ലയോ അറബി സഹോദര, നിങ്ങൾക്ക് നബിയെ അറിയുമോ? അപ്പോൾ ആ ലക്ഷണങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നേരിട്ട് കണ്ടില്ലെന്ന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പരിചയപ്പെടുത്തി. ചുരുക്കി പറയുന്നു, അവസാനം ഇദ്ദേഹം ചോദിക്കുകയാണ്, നബിയെ നമുക്ക് ഹിസാബുണ്ടോ? ഇൻഷാ അല്ലാഹ് ഹിസാബുണ്ട്. ഉടനെ അവിടുന്ന് അറാബി പറയുകയാണ്, ഇൻ ഹാസബനി റബ്ബി ലഉഹാസിബന്നഹു, എന്നെ അല്ലാഹ് ഹിസാബ് ചെയ്താൽ അല്ലാഹനെ ഞാൻ ഹിസാബ് ചെയ്യും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ ഹിസാബ് ചെയ്യുക? ഇൻ ഹാസബനി റബ്ബി അലാ ദംബി ഹാസബതുഹു അലാ മഗ്ഫിറതിഹി, എന്റെ പാപത്തിന്റെ മേൽ എന്നെ ഹിസാബ് ചെയ്താൽ അവന്റെ മഗ്ഫിറത്തിന്റെ മേൽ ഞാൻ ഹിസാബ് നടത്തും. എന്നിട്ട് പറയുന്നു, ഇൻ ഹാസബനി റബ്ബി അലാ മഅസിയതി ഹാസബതുഹു അലാ അഫ്വിഹി, എന്റെ പാപത്തിന്റെ മേൽ എന്നെ ഹിസാബ് ചെയ്താൽ അവന്റെ വിട്ടുവീഴ്ചയുടെ മേൽ ഞാൻ ഹിസാബ് ചെയ്യും. ഇൻ ഹാസബനി റബ്ബി അലാ അബ്ഖുലി, എന്റെ പിസുരിസുക്കിന്റെ മേൽ എന്നോട് ഹിസാബ് ചെയ്താൽ ഹാസബതുഹു അലാ കറമിഹി, അവന്റെ മാന്യതയുടെയും ഔദാര്യത്തിന്റെയും കറമിന്റെയും മേൽ ഞാൻ ഹിസാബ് നടത്തും. ഫബകൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളപ്പോഴങ്ങ് കരഞ്ഞു. ഉടനെ ഫഖദ ഹബത ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, ഖല്ലിൽ മിൻ ബുകാഇക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അവിടുന്ന് ഇനി കരയരുത്. കാരണം അർശിനെ ചുമക്കുന്ന മലക്കുകൾ അവിടുത്തെയുടെ കരച്ചിലിന്റെ ശ്രദ്ധയിലാണ്. അവര് പോലും അവിടുത്തെയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അല്ലെങ്കിൽ കരച്ചിൽ പങ്കാളികളാകുന്നു. എന്നിട്ട് പറഞ്ഞു, വഖുല്ലി അഖീകൽ അറാബി, അറാബിയായ തങ്ങളുടെ സഹോദരനോട് പറയണം, ലാ യുഹാസിബുനാ വലാ നുഹാസിബുഹു, അങ്ങോട്ടും ഇങ്ങോട്ടും ഹിസാബ് വേണ്ട. ഫഇന്നഹു റഫീഖുക ഫിൽ ജന്ന, അവിടുന്ന് നബിയെ തങ്ങളുടെ റഫീഖാണ് അദ്ദേഹം സ്വർഗത്തിൽ. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ, എന്റെ ഹബീബിനെ കണ്ടെങ്കിൽ ഞാൻ പരാതി പറയുമെന്ന്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചയാൾക്ക്, ആ നിലക്ക് അല്ലാഹുവിൽ നല്ല പ്രതീക്ഷ വെച്ചയാൾക്ക് അല്ലാഹു തആല ഹിസാബ് ഒഴിവാക്കിയിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഖൽബ് റസൂലുള്ളാഹിനോട് ചേരണം. ഒരുപാട്
ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. ഈ നിൽക്കുന്നത് എനിക്ക് നിങ്ങളെ കാണാനല്ല, നമുക്ക് റബ്ബിനോട് പറയാനാണ്. അവന്റെ ഹബീബായ നബിയെ കാണാൻ സുയൂത്തി മാമരങ്ങൾ 70-ലേറെ തവണ കണ്ടു എഴുതി വെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ബഹുമാനപ്പെട്ട ഇമാമുൽ അസ്അരി തങ്ങൾ റമദാനിന്റെ 3 വത്തിലും കണ്ടു. ഇബ്നു അസാകിർ തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങൾ കണ്ടതുപോലെ കാണാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കണ്ടിട്ട് ഭക്ഷണം വാങ്ങി പാനീയം കുടിച്ചതുപോലെ സ്വീകരിക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വായിലേക്ക് കാരക്ക വാങ്ങിയത് ബഹുമാനപ്പെട്ട ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്നു, അതുപോലെ കിട്ടാൻ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ദർശനം കിട്ടാൻ, അതുപോലെ ഒരുപാട് ഇമാമീങ്ങൾ അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഞാനും നിങ്ങളും നമ്മുടെ ഭാര്യമാരെ സ്വപ്നത്തിൽ കണ്ടു. അല്ലയോ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഭർത്താക്കന്മാരെ കണ്ടു. പല ആളുകളെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ലയോ? ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ഈമാനിൽ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചതുപോലെ വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെ സത്യം, എന്നെ എല്ലാവരെക്കാളും സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും സമ്പൂർണ്ണ വിശ്വാസികളല്ല എന്ന് രേഖപ്പെടുത്തപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തവണയെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മഹബ്ബത്ത് എവിടെ? അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഒരുപാട് പെയ്തിറങ്ങിയ ഈ സ്ഥാപനത്തിന്റെ മണിമുറ്റത്ത് സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് മഹാന്മാരായ തങ്ങന്മാരുടെ അനുഗ്രഹമുള്ള ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് വെച്ച് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്തിട്ട് അല്ലാഹുമ്മ അർഫനാ വജ്ഹഹു, ഞങ്ങളുടെ ഇമാമീങ്ങൾ മുഴുവൻ റസൂലുള്ളാഹിനെ കണ്ടു എന്ന് പറയുമ്പോ ഞങ്ങൾക്കൊരുപാട് തവണ കാണാനുള്ള സമ്മാനം ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് വെച്ച് ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുത്തെയുടെ ദാനമലാക്കി തരണേ അല്ലാ. തങ്ങളെ കണ്ടു. മഹാന്മാരായ സിഹാഹു സിത്തയുടെ ഉസ്താദാണ് ഇമാം മുസ്ലിം റഹിമഹുല്ല. മുസ്ലിമിന്റെ ഇസ്തിലാഹ് പറയുമ്പോ എടുത്തു പറഞ്ഞ പേരായ റബീഇ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു, എന്നെ വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് വേഗം ഖബറിലേക്ക് പോയ മഹാന്മാരെ പോലെ ഞങ്ങളുടെ കൽബിൽ ഹബീബിനോടുള്ള ഇസ്റ് തരണേ അല്ലാഹ്, ഇസ്റ് തരണേ അല്ലാഹ്. ഉഹദിന്റെ രണാങ്കണത്തിൽ ഒരു സഹാബി കടന്ന് എഴയുന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോഴാണ് സഹാബി എഴയുന്നത്. വിളിക്കുന്നു, റഅ്സി അലാ ഖദമൈക യാ റസൂലല്ലാഹ്, തങ്ങളെ എന്റെ തല തങ്ങളുടെ കാലിന്റെ മേലെ വെക്കണം. അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു ചെന്ന് കാലുയർത്തി കൊടുത്തപ്പോ എഴഞ്ഞു കിടക്കുന്ന സഹാബി കാല് തല വലിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ മേലെ വെച്ച് ഷഹീദാണ്. ഞങ്ങൾക്ക് അതുപോലെയുള്ള മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്.